Good morning. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ക്ലിയർ ആണോ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ? യെസ്, ഓക്കെ. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? കണ്ടന്റ് ഇൻ ആപ്ലിക്കേഷൻ ഫോം. ഒരു ആപ്ലിക്കേഷൻ ഫോമിലുള്ള കണ്ടന്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ വേണ്ടത്? അതിന്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഏതാണ്? പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ഇതാണ് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. എന്തൊക്കെയാ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ വരുന്നേ? ദിസ് ഇൻക്ലൂഡ്സ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സ് നെയിം, date of birth, correspondence and permanent residential addresses, marital status, sex, nationality, parents' name and their annual income, number of dependents, etc. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ വരുന്നതാണ് അല്ലെ? ഫസ്റ്റ് പോയിന്റ് അല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി രണ്ടാമത്തെ നോക്കിയേ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട്. ഇനി അടുത്തതാണ് ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ അടുത്തതായി വേണ്ട കാര്യം എന്താണ്? പേഴ്സണൽ. ആദ്യം നമ്മൾ പറഞ്ഞത് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വേണം. പിന്നെ രണ്ടാമത്തെയാണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതെന്ന് നോക്കിയേ. ദിസ് കൺസിസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തിനെ കുറിച്ചുള്ളതാണ്? കാൻഡിഡേറ്റ്സിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. എവിടെയാണ്, ഏത് കോഴ്സാണ് പഠിച്ചത്, ഏത് സ്ഥാപനത്തിലാണ്, അങ്ങനെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? കാൻഡിഡേറ്റ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് സച്ച് സ്കൂൾ ഏതാണ്, ഏത് സ്കൂളിലാണ് പഠിച്ചത്, കോളേജ്, യൂണിവേഴ്സിറ്റീസ് എക്സെട്ര. ഇതൊക്കെ എവിടെയാണ് ആ കാൻഡിഡേറ്റ്സ് കോഴ്സ് എവിടേക്കാണ് പഠിച്ചതെന്നുള്ള അത് ഡീറ്റെയിൽ. Then it also include, ഇനി അത് കൂടാതെ എന്തൊക്കെയും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്? ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കോഴ്സ് he has studied. ഏത് കോഴ്സാ പഠിച്ചത് വേണ്ടേ? ഏത് ജോലിയാണ്, അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അതിന് മാച്ച് ആയിട്ടുള്ള ആ കോഴ്സ് ആണോ ആ കാൻഡിഡേറ്റ്സ് പഠിച്ചതെന്ന് അറിയണ്ടേ അല്ലെ? ഏത് കോഴ്സാണ് പഠിച്ചത്? ദ ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റഡി. ഡ്യൂറേഷൻ എത്ര വർഷമാണ്, എത്ര വർഷത്തെ കോഴ്സാണ്, പഠനത്തിന്റെ കാലയളവ്. ദെൻ മീഡിയം ഓഫ് സ്റ്റഡി. ഏത് മീഡിയം ആണ്? ഇംഗ്ലീഷ് മീഡിയം ആണോ, മലയാളം മീഡിയം ആണോ, ഏത് മീഡിയം ആണ് ആ പഠിച്ചിട്ടുള്ള മീഡിയം ഏതാണ്? ദെൻ മാർക്സ് ആൻഡ് റാങ്ക്സ് അച്ചീവ്. എത്ര മാർക്ക് കിട്ടി, മാർക്ക് അതുപോലെ തന്നെ റാങ്ക്, അവൻ നേടിയിട്ടുള്ള മാർക്സ്, റാങ്ക്, ഇതൊക്കെ എത്രത്തോളം അവൻ നേടി. ഇതെല്ലാനും ഏത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ വരുന്ന. പിന്നെ അതുപോലെ നോക്കിയേ, സ്പോർട്സ്, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, അവന്റെ ഇഷ്ടങ്ങള്, ഇഷ്ടാനിഷ്ടങ്ങള്, സ്പോർട്സ്. ഇനിയിപ്പോ എന്തെങ്കിലും സ്പോർട്സ് ഐറ്റംസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും അതുപോലെയുള്ള മെഡലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്ത് നോക്കിയേ, sports, like and dislike, etc. Okay, this type of information is most important for the organization. അപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് കാൻഡിഡേറ്റ്സിൽ നിന്നുള്ള ഇങ്ങനെയുള്ള വിവരങ്ങൾ വളരെ അധികം അത്യാവശ്യമാണ്. എന്തിനാ? ഏത് കോഴ്സാണ് പഠിച്ചത്, എവിടെയാണ് ആ കുട്ടി പഠിച്ചത്, എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വളരെ വിലപ്പെട്ടതല്ലേ. അതിനനുസരിച്ച് വേണം അവൻ ഏത് പോസ്റ്റിലേക്കാണോ അത് അവനെ സെലക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ക്ലിയർ അല്ലേ? അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക, ദെൻ ഓൾസോ ദ സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെല്ലാം. ഇനി മൂന്നാമത്തെയാണ് വർക്ക് എക്സ്പീരിയൻസ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ദ എൻറ്റയർ പാസ്റ്റ് ജോബ് ഡീറ്റെയിൽസ്. അപ്പൊ മുന്നുള്ള ജോലിയുടെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവരെ എക്സ്പീരിയൻസ് ചോദിക്കൂലേ അല്ലേ?
മിക്ക ഇതിലും സ്ഥാപനത്തിലും നമ്മൾ ഇന്റർവ്യൂവിന് കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കും, എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പക്ഷെ പുതിയ ആളുകളെ ആവുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ആ ജോലി ഇതാക്കണം, ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കണം. എന്നാൽ അതിന് പ്രീവിയസ് അവര് നേരത്തെ ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് വേഗം ആ ജോലി ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അവർക്ക് എന്താ അധികം ടൈം ഒന്നും ആ ഓർഗനൈസേഷനിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല അല്ലെ. എല്ലായിടത്തും ചോദിക്കുന്ന ഒരു കാര്യമല്ലേ, ഇന്റർവ്യൂവിന് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് ഏത്, വർക്ക് എക്സ്പീരിയൻസ്. അതെന്താ വന്നേക്കുന്നത്, ദിസ് കൺസിസ്റ്റ് ഓഫ് എൻറ്റയർ പാസ്റ്റ് ജോബ് ഡീറ്റെയിൽസ്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Then, greater stress is laid on the type of work, duration of the work in each job, reasons for exit from the previous job, job duties and responsibilities handled, salary package, etc. ഇതൊക്കെ നമ്മൾ ആ വർക്ക് എക്സ്പീരിയൻസിൽ വരുന്ന എന്താണ്, ഈ ചില ജോലിക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയാ കൂടുതൽ ഊന്നൽ നൽകുന്നത് ഏത് ടൈപ്പ് വർക്കാന്നുള്ളതാണ്. Greater stress is laid on the type of work. ഏത് ജോലിയുടെ ഏത് തരത്തിലാണ്, ഏത് ടൈപ്പ് വർക്കാണ് അതിനാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ജോലിയിലും അവർ വർക്ക് ചെയ്തിട്ടുള്ള ഡ്യൂറേഷൻ, എത്ര വർഷം. Then, reason for exit from the previous job. മുന്നുള്ള ജോലിയിൽ നിന്ന് എക്സിറ്റ് ആയി പോകാനുള്ള, അവിടെ നിന്ന് പിരിഞ്ഞു പോരാനുള്ള കാരണം എന്താണ്. ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ. അവൻ കൈകാര്യം ചെയ്ത ജോലിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. സാലറി പാക്കേജ് എക്സെട്ര. പിന്നെ അതുപോലെ തന്നെ എത്ര രൂപയാണ് സാലറി കിട്ടിയത്, സാലറി പാക്കേജ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആ വർക്ക് എക്സ്പീരിയൻസിൽ വരുന്നതാണ്. ദിസ് ഡേറ്റ അതും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. This data updates the organization about the candidate job stability. ഇപ്പൊ ഈ ഓർഗനൈസേഷൻ എന്തിനാ ഇങ്ങനെയുള്ള ഡേറ്റാസ് ചോദിക്കുന്നത്, എന്താ കാണിക്കുന്ന, ജോലിയുടെ സ്ഥിരത. ഇപ്പൊ എത്ര വർഷം ജോലി ചെയ്തു, ഇപ്പൊ ഒരു 5 വർഷം ജോലി ചെയ്തെങ്കിൽ അയാൾ എന്താണ് ആ ജോലിയിലൂടെ സ്റ്റേബിലിറ്റി. ഇപ്പൊ 1 മാസമൊക്കെ ഉള്ളെങ്കിൽ അവരെന്താ പറയാ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആ ജോലിയുടെ സ്ഥിരത നമുക്ക് അളക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്, ദിസ് ഡേറ്റ അപ്ഡേറ്റ്സ് ദ ഓർഗനൈസേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ് ജോബ് സ്റ്റെബിലിറ്റി, ഹിസ് ബിഹേവിയർ ടുവേഴ്സ് ദ വർക്ക്. ആ ജോലിയിലോടുള്ള അവന്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഹിസ് ബിഹേവിയർ ടുവേഴ്സ് ദ വർക്ക്, ജോലിയോടുള്ള അവന്റെ ബിഹേവിയർ. ഹിസ് ആറ്റിറ്റ്യൂഡ്, അവന്റെ മനോഭാവം എങ്ങനെയാണ്. ആൻഡ് ലോയലിറ്റി, ലോയലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വിശ്വസ്തത. ടുവേഴ്സ് ദ പ്രീവിയസ് എംപ്ലോയർ, പ്രീവിയസ് എംപ്ലോയറിനോടുള്ള മനോഭാവം എങ്ങനെയാണ്, വിശ്വസ്തത എങ്ങനെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാരും നമുക്ക് ഏതാണ് ഈ ഡേറ്റാസ്, വർക്ക് എക്സ്പീരിയൻസ് ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ ആപ്ലിക്കേഷൻ ഫോമില്, അതിലൂടെ നമുക്ക് അളക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് നാലാമത്തെ സാലറി പാക്കേജ്. സാലറിനെ കുറിച്ചാണ് അടുത്തത്. ആപ്ലിക്കേഷൻ ഫോമില് എത്ര രൂപ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാലറി എത്രേ ഫില്ല് ചെയ്തിട്ടുള്ളവര് നിങ്ങൾ ഫില്ല് ചെയ്തായിരുന്നോ? ആപ്ലിക്കേഷൻ ഫോമിൽ അങ്ങനെ ഒരു സെക്ഷൻ കണ്ടായിരുന്നോ? സാലറിയുടെ കാര്യങ്ങള് കണ്ടോ? അഖില, സൂര്യ, കാവ്യ, സൗമ്യ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചപ്പോ ക്ലാസ്സിൽ പറഞ്ഞു. സാലറിയുടെ ഒരു ചെറിയ സെക്ഷൻ ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണൊക്കെ. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം ഓൾസോ ആസ്ക് ഫോർ ദ സാലറി ദാറ്റ് ദ കാൻഡിഡേറ്റ്സ് പ്രസന്റ്ലി ഒബ്റ്റെയിനിങ്. ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഇവിടെ മുന്നേ നമ്മൾ നിന്ന സ്ഥാപനത്തില് അല്ലയോ അവിടെ നിന്ന് എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയ സാലറി. ഇനി നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്ന സാലറി, വാട്ട് ഹി ഈസ് എക്സ്പെക്ടിങ് ഫ്രം ദ ഓർഗനൈസേഷൻ. ഈ സ്ഥാപനത്തിൽ ഇപ്പൊ ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്ന സാലറി, എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ്, ഇതെല്ലാനും ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കും. അതുണ്ടായിരിക്കും. ഓക്കെ, ശരിക്കാണ് കാൻഡിഡേറ്റ്സിന്റെ ഇപ്പൊ പ്രസന്റ് ആയിട്ട് കാൻഡിഡേറ്റ്സിന് കിട്ടുന്ന സാലറിയും പിന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്ന സാലറി. ഇനി അടുത്തതാണ് ഇത് കൂടാതെ ആപ്ലിക്കേഷൻ ഫോമിലുള്ളതാണ് പേഴ്സണൽ ഐറ്റംസ്. ഏതൊക്കെയാന്ന് നോക്കിയേ. പേഴ്സണൽ ഐറ്റത്തിന് വന്നത് ദിസ് കംപ്രൈസസ് എ പേഴ്സൺസ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. പേഴ്സൺസിന്റെ ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങള് അനിഷ്ടങ്ങള്. അസോസിയേഷൻ മെമ്പർഷിപ്പ്. ഏതാ അസോസിയേഷൻ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ കാൻഡിഡേറ്റ്സ് ഏതെങ്കിലും അസോസിയേഷനിൽ മെമ്പർ ആണോ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്.
സ്പോർട്സ്, ഹോബീസ് എക്സെട്ര. ഇതെല്ലാം പേഴ്സണൽ ഐറ്റത്തിൽ വരുന്ന. അത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Persons like and dislike, association membership, sports, hobbies, etc. ഇതെല്ലാം പേഴ്സണൽ ഐറ്റത്തിൽ വരുന്ന. ഇനി അടുത്തതാണ് റെഫറൻസസ്. It includes the name, addresses and contact details of persons who can be contacted for reference. റെഫറൻസിനായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ ബന്ധപ്പെടേണ്ട വ്യക്തികളുടെ പേര്, അഡ്രസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്. അവരെ കോണ്ടാക്ട് ചെയ്യാൻ. ഇപ്പൊ റെഫറൻസിനായിട്ട് ആരെങ്കിലും നമ്മളിപ്പോ റെഫറൻസ് എഴുതുമല്ലോ, രണ്ടുപേരുടെ പേര് അവിടെ റെഫറൻസ് എന്നുള്ളത് ഉണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും അവർക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അല്ല കോണ്ടാക്ട് ചെയ്യാൻ, അപ്പൊ നമ്മളെ കുറിച്ച് കാൻഡിഡേറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഡേറ്റാസ് അറിയണമെങ്കിൽ നമുക്ക് റെഫറൻസ് ആ വ്യക്തി അവരുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് റെഫറൻസസിൽ വരുന്നത് ഏതൊക്കെയാ? നെയിം, അഡ്രസ്, കോണ്ടാക്ട് ഡീറ്റെയിൽസ്. പേരുണ്ടാവും, അഡ്രസ് ഉണ്ടാവും, കോണ്ടാക്ട് ഡീറ്റെയിൽസ് അതായത് ഫോൺ നമ്പറോ ഒക്കെ ഉണ്ടാവും. നമ്മൾ ആ റെഫറൻസിനായിട്ട് ബന്ധപ്പെടേണ്ട വ്യക്തികളുടെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കേണ്ടത്. പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, സാലറി, പേഴ്സണൽ ഐറ്റംസ്, റെഫറൻസസ്. ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ അല്ലേ? വായിച്ചു നോക്കണം കേട്ടോ. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടതൊക്കെ വായിച്ചു നോക്കാം. ഇനി അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ അഡ്വാൻറ്റേജ്? അതുകൊണ്ട് എന്താണ്? ഏതാണടാ? എവിടെ വരെ എടുത്തു എന്ന് പറഞ്ഞേ? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ? ആണോ? ഇതെല്ലാം ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചു അവിടെ വരെയാണോ എടുത്തേന്ന്. അതെ, സൂര്യ പറഞ്ഞത് ഇത് എടുത്തതായിരുന്നു. ഓക്കെ. ആ ടൈപ്പ് ഓഫ് ടെസ്റ്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ? ആണോ? ആപ്റ്റിറ്റ്യൂഡ് വേറെ വേറെ ക്ലാസ്സിലൊക്കെ എടുക്കണേ. അപ്പൊ ഞാൻ വിചാരിച്ചു അതെ അത് ശരി. അപ്പൊ നിങ്ങളാണോ, നിങ്ങൾ എന്നിട്ട് ഇപ്പോഴാണോ എന്നോട് പറയണേ? ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോ ചോദിച്ചതല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എവിടെ വരെ? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അവിടെ വരെ എടുത്തു എന്നാ പറഞ്ഞത് അല്ലേ? എന്നാ അതിന്റെ കണ്ടിന്യൂ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ. യെസ്, ഒരു 5 മിനിറ്റ് ഞാൻ കൂടുതൽ എടുക്കൂട്ടാ. ഓക്കെ, നമ്മുടെ 10 മിനിറ്റ് പോയില്ലേ? ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ? യെസ്. ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എവിടെയാ? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരെയെന്ന് പറഞ്ഞത് 22-ാം തീയതി നമ്മൾ എടുത്തത് അല്ലേ? ഓക്കെ. അതിന് മുന്നേ 20-ാം തീയതി. ഓക്കെ, ശരി ശരി. നോക്കിയേ, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയാൽ രണ്ടാമത്തെയാണ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ അല്ലേ? ആ ബോക്സിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, സിറ്റുവേഷണൽ ടെസ്റ്റ്. അതിനകത്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എല്ലാവരും നമ്മൾ കഴിഞ്ഞു. ഡി വരെ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് അത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? അച്ചീവ്മെന്റ് ടെസ്റ്റ് കാൻഡിഡേറ്റ്സ് അല്ലെ? അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഷയത്തില് ഒരാളുടെ അറിവും അതുപോലെ കഴിവും അളക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഏത്? അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എത്രത്തോളം ആ കാൻഡിഡേറ്റ്സ് നേടിയെടുത്തു, ഒരു പ്രത്യേക വിഷയത്തില് എത്രത്തോളം ആ കാൻഡിഡേറ്റ്സിന് അറിവുണ്ട്, അവൻ നേടിയത് എന്തെല്ലാം കഴിവുകൾ നേടിയിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു വ്യക്തി ഒരു പ്രത്യേക വിഷയത്തിൽ എത്രത്തോളം പഠിച്ചു, അവൻ എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട്, അത് അളക്കുന്നതാണ്. സെന്റൻസ് നോക്കിയേ. ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് വിച്ച് ഇവാലുവേറ്റ് ദ നോളജ് ലെവൽ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. ഇത് അറിവിന്റെ ഒരു നിലവാരം വിലയിരുത്തുന്ന ഒരു ടെസ്റ്റ് ആണ്.
It is a standardized test which evaluates the knowledge level of an individual in a specific field. ഒരു പ്രത്യേക മേഖലയിൽ അവരുടെ നോളജ് എത്രത്തോളം ഉണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Compared to an aptitude test, aptitude test ne veche compare ചെയ്ത് നോക്കുമ്പോൾ which aims at evaluating individual capability. എന്താണ് capability ആണ് കഴിവ് to learn like maths, geography, science ഇതൊക്കെ പഠിക്കാനുള്ള ആ ഇൻഡിവിജ്വലിന്റെ capability കഴിവാണ്, കഴിവ് evaluate ചെയ്യാണ്. Achievement test consists of the following test. Achievement test താഴെ പറയുന്നത് രണ്ട് ടെസ്റ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ജോബ് നോളജ് ടെസ്റ്റും ഉണ്ട്, വർക്ക് സാമ്പിൾ ടെസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. ഡാഷ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. ഇനി നോക്കിയേ ജോബ് നോളജ് ടെസ്റ്റ്. അപ്പൊ എന്താണ് നോക്കിയേ, ജോബ് നോളജ് ടെസ്റ്റ് evaluates an individual knowledge level pertaining to a specific job. പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട് ആ കാൻഡിഡേറ്റ്സിന്റെ നോളജ് എത്രത്തോളം ഉണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ജോബ് നോളജ് ടെസ്റ്റ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലേ, പേരിൽ നിന്ന് തന്നെ അറിയാം. ഇവാലുവേറ്റ് ആൻ ഇൻഡിവിജ്വൽസ് നോളജ് ലെവൽ പെർട്ടൈനിങ് ടു എ സ്പെസിഫിക് ജോബ്. പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട ആ ഇൻഡിവിജ്വലിന്റെ നോളജ് ലെവല് അറിയുന്നതിന് വേണ്ടിയുള്ളതാണ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഫോർ എക്സാമ്പിൾ, എ ജൂനിയർ ലെക്ചർ സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സീനിയർ ലെക്ചർ ഇൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഒരു ജൂനിയർ ലെക്ചർ സബ്മിറ്റ് ചെയ്യാണ് ആപ്ലിക്കേഷൻ ഫോം. ഇതിലേക്ക് ഒരു സീനിയർ ലെക്ചറർ ഇൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റില് സീനിയർ ലെക്ചറർ എന്ന ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാണ്. ജൂനിയർ ലെക്ചറർ അപ്പൊ ഉയർന്ന പോസ്റ്റല്ലേ, കുറച്ചുകൂടി സീനിയർ ലെക്ചറർ എന്ന പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ he is supposed to take a test of job related knowledge. എന്ത് ചെയ്യണം? വെറുതെ സീനിയർ ലെക്ചർ എന്ന് പറഞ്ഞ പോസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? എന്ത് അദ്ദേഹം ചെയ്യണം? take a test job related knowledge, ജോലിയുമായി ബന്ധപ്പെട്ട് അവനൊരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. where he may require answering some accountancy principles, banking laws, business management തുടങ്ങിയ കാര്യങ്ങൾ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലേ അത് ഡീപ്പായിട്ട് അറിവുണ്ടോ? ആ ഒരു സീനിയർ ലെക്ചറർ പോസ്റ്റിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടോ എന്ന് അറിയണ്ടേ അല്ലേ? കഴിവുണ്ടോ എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? where he may require answering some accountancy principles, അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ് ലോസ്, ബിസിനസ് മാനേജ്മെന്റ് എക്സെട്ര. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. രണ്ടാമത്തെ നോക്കിയേ, വർക്ക് സാമ്പിൾ ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ഇൻവോൾവ്സ് assigning a part of actual work to the candidates in the form of test. എന്താണ് ഇതിനകത്ത്? ആ ശരിക്കും വർക്ക് ചെയ്യാണ്, യഥാർത്ഥത്തിലുള്ള വർക്ക് കാൻഡിഡേറ്റ്സിന് ഒരു ടെസ്റ്റിന്റെ രൂപത്തിൽ അങ്ങ് കൊടുക്കും. ശരിക്കുള്ള ജോലിയാണ്, അത് ടെസ്റ്റ് ആയിട്ട് അങ്ങ് അവർക്ക് കൊടുക്കും. മനസ്സിലായോ? അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഒരു ജോലിയുടെ ഒരു ഭാഗം ടെസ്റ്റിന്റെ രൂപത്തില് കാൻഡിഡേറ്റ്സിന് കൊടുക്കുക ചെയ്യുന്നത് വർക്ക് സാമ്പിൾ ടെസ്റ്റില്. ആൻഡ് ദ കാൻഡിഡേറ്റ്സ് ഈസ് റിക്വയർഡ് ടു ഡു ഇറ്റ്. കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം? അത് ചെയ്യണം, ആ ജോലി ചെയ്യണം. ജോലി തന്നെയാണ്, പക്ഷെ ഒരു ടെസ്റ്റ് ആയിട്ട് അങ്ങ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് അപ്ലൈങ് ഫോർ ദ വേക്കൻസി ഓഫ് മാനേജ്മെന്റ് ലെക്ചറർ, he may be asked to deliver a lecture on the management information system as a work sample test. For example ആയിട്ട് പറയാണ്, if an individual is applying for the management lecturer എന്ന ഒരു വേക്കൻസി അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? he may asked a deliver lecturer എടുക്കാൻ പറയും. ഒരു ലെക്ചറർ ഇതൊരു ക്ലാസ് അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറയാണ് ഓൺ ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആസ് ദ വർക്ക് സാമ്പിൾ ടെസ്റ്റ്. വർക്ക് സാമ്പിൾ ടെസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ച് ഒരു ലെക്ചറർ അങ്ങ് എടുക്കാൻ പറയാണ്. മനസ്സിലായോ? അപ്പൊ ശരിക്കും ഒരു ജോലി അവർക്ക് എന്താണ്? ഒരു ടെസ്റ്റ് ആയിട്ട് അങ്ങ് കൊടുക്കും. ഓക്കെ, മനസ്സിലായോ?
നമ്മളെ B.Ed ഒക്കെ കഴിഞ്ഞിട്ടേ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ മെയിൻ ടീച്ചർ ഉണ്ടായിരിക്കും അല്ലെ, മെയിൻ ടീച്ചർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് ആ ട്രെയിനിങ് പീരീഡ് ഇപ്പൊ 2 മാസം ആണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ടീച്ചർ എടുക്കുന്ന പോർഷൻ അല്ലേ നമുക്ക് തന്നെ 2 ചാപ്റ്റർ നമുക്ക് എടുക്കാൻ പറയും. ശരിക്കും ടീച്ചറിന്റെ പോർഷനാ, നമുക്ക് എന്താ അത് ശരിക്കും ഒരു വർക്ക് സാമ്പിൾ ടെസ്റ്റ് അല്ലേ, പിന്നെ ടീച്ചർ അത് എടുക്കൂല. അപ്പൊ നമുക്ക് എന്താ ട്രെയിനിങ്ങും ആണ്, നമുക്ക് ടീച്ചറിന്റെ വർക്ക് നമ്മൾ അങ്ങ് ചെയ്യാണ്. ശരിയല്ലേ? വീട്ടിലൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ട്രെയിനിങ് ഒക്കെ ചെല്ലുമ്പോ ശരിക്കും ആ ഒരു ജോലി നമ്മളെ ഏൽപ്പിക്കുകയാണ്. അതാണ് ടെസ്റ്റ് നമ്മുടെ. ഓക്കെ, യെസ്. ഇനി അടുത്തത് നോക്കി. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് എക്സാമ്പിൾ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നുള്ളൂ. അടുത്ത therefore the success of an individual in its career is evaluated on the basis of his knowledge pertaining to his job and actual work experience. എങ്ങനെയാ? അപ്പൊ അതായത് ഒരു വ്യക്തിയുടെ ഒരു ജോലിനെ കുറിച്ചുള്ള അറിവും വർക്ക് എക്സ്പീരിയൻസിന്റെ ആ ജോലിനെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? pertaining to his job and actual work experience. അതനുസരിച്ചാണ് ആ ജോലിനെ കുറിച്ചുള്ള അറിവും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അടിസ്ഥാനത്തിലാണ് ആ കാൻഡിഡേറ്റ്സിന്റെ കരിയറിലെ വിജയം വിലയിരുത്തുന്നത്. ഓക്കെ, ജോലിനെ കുറിച്ചുള്ള ഒരു നോളജ്, അറിവിന്റെയും വർക്ക് എക്സ്പീരിയൻസിന്റെയും അടിസ്ഥാനത്തിലാണ് ആ കാൻഡിഡേറ്റ്സിന്റെ സക്സസ്, വിജയത്തെ വിലയിരുത്തുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി അടുത്തത് മൂന്നാമത്തെ ടൈപ്പ് ആണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. അപ്പൊ ഇന്ന് തന്നെ അറിയാൻ നോക്കിയ സിറ്റുവേഷണൽ ടെസ്റ്റ്. Situational tests are designed so that the person's natural response can be observed in real life condition. Underline ചെയ്തിട്ടേ, അവര് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ അവർക്കുടെ നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെയാണ്, ആ വ്യക്തിയുടെ നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെയാണ്, അത് വിലയിരുത്തുക ചെയ്യുന്നത്. അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. ആ ഒരു സിറ്റുവേഷൻ, അതില് ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അവരുടെ നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെയാണ്, അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. These tests are based on the assumption of the location people into a practical situation and observing the reaction in order to learn how the people respond to that particular situation. അല്ലെ, ഒരു പ്രത്യേക സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും ഒരുപോലെ അല്ല റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെ. അവർക്കുടെ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നത്, അവർക്കുടെ റെസ്പോൺസ് ഒക്കെ പല രീതിയിലായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവർക്കുടെ ആ റിയാക്ഷൻസും ഒബ്സർവ് ചെയ്താണ്. ആ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ അവർക്കുടെ റെസ്പോണ്ട് എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്യുന്നു. These tests are expose individuals to frustration. അവർക്കുടെ നിരാശ, ചിലർക്ക് അത് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ വരുമ്പോ ചിലപ്പോൾ അവർക്ക് നിരാശയായിരിക്കും. Excitement, അവർക്കുടെ ആവേശം, ചിലര് നല്ല എക്സൈറ്റഡ് ആയിരിക്കും. സ്ട്രെസ്, ചിലർക്ക് അവർക്ക് അന്നേരം ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം. മൊണോട്ടണി എന്ന് വെച്ചാൽ ഒരേ രീതി, ഒരേപോലെ ഫോളോ ചെയ്യുന്നത്. or some other situation so as to exhibit their personality trait. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവർക്കുടെ വ്യക്തിത്വത്തിന് അല്ലെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ അവരെ വിധേയരാക്കാണ്. ചിലപ്പോൾ നല്ല സ്ട്രെസ് ഉള്ള ജോലിയായിരിക്കും കൊടുക്കുന്നത്, അപ്പൊ അവരെങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ നമുക്കത് അങ്ങനെയുള്ള എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു റിയൽ ലൈഫ് കണ്ടീഷൻ, അതിന് എന്താണ് അവരെങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. Okay, these tests are time consuming and costly. ഈ ടെസ്റ്റ് എങ്ങനെയാ, കുറെ സമയം എടുക്കൂല്ലേ. അതായത് യഥാർത്ഥത്തിലുള്ള ഒരു സിറ്റുവേഷൻ, റിയൽ ലൈഫ് കണ്ടീഷൻ, അതില് അവരെങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു അതിനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ കുറെ സമയം എടുക്കും, അതുപോലെ തന്നെ കോസ്റ്റ്ലിയുമാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. സിറ്റുവേഷണൽ ടെസ്റ്റ് ആർ ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി. These tests can be categorized into following type. ഈ ടെസ്റ്റുകളെ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ സിറ്റുവേഷണൽ ടെസ്റ്റില് ഫസ്റ്റ് സെന്റൻസോ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം, സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. ഡാഷ് ടെസ്റ്റ് ആർ ബേസ്ഡ് ഓൺ അസംപ്ഷൻ ഓഫ് ലൊക്കേഷൻ പീപ്പിൾ ഇൻ ടു എ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. അങ്ങനെ
ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ അടുത്ത് നോക്കിയേ, ടൈം കൺസ്യൂമിങ് കോസ്റ്റ്ലി, ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യുക. 3 സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ, കാവ്യ ചെയ്തോ? സൂര്യ, അശ്വിനി ചെയ്തോ? ഓക്കെ. ഇനി നോക്കിയേ, അതിന് നമ്മൾ ആ സിറ്റുവേഷണൽ ടെസ്റ്റുകളെ തന്നെ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. Group discussion. Generally, group discussion is used to manage this test by resolving a problem. ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുക്കാം. ഒരു പ്രത്യേക പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ candidates are evaluated in several areas like initiating. അവര് അതിന്റെ ആരംഭം എങ്ങനെയാണ്, ഒരു പ്രശ്നം അതെങ്ങനെയാണ് അവര് ഇനിഷ്യേറ്റിംഗ്, അതിന്റെ ആരംഭം എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് അവര് ലീഡ് ചെയ്യുന്നത്, സജസ്റ്റിംഗ് മീനിങ്ഫുൾ ഐഡിയാസ്, നല്ല ഐഡിയാസ് സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങള്, then oral communication skills, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകള്, കോർഡിനേറ്റിംഗ്, അവരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ്, ആൻഡ് കൺക്ലൂഡിങ് സ്കിൽസ്, അതിനെ ആ ഒരു പ്രശ്നത്തെ അതിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഇതെല്ലാവരും ഏതിലും പറയുന്നു. ഇങ്ങനെയുള്ള പല ഏരിയകള് കാൻഡിഡേറ്റ്സിന്റെ പല ഏരിയകളെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ടെസ്റ്റ് ദ കാൻഡിഡേറ്റ്സ് ആർ ഇവാലുവേറ്റഡ് ഇൻ ഡാഷ്. എവിടെയൊക്കെയാണ്? ഇൻ സെവറൽ ഏരിയാസ് ലൈക്ക് ഡാഷ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള പല ഏരിയകളെ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു. കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ ഏരിയകളിലൊക്കെ അവന്റെ ഇനിഷ്യേറ്റിംഗ് എങ്ങനെയാണ്, ലീഡിങ്, എല്ലാത്തിനെയും ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാനുള്ളത്, സജഷൻസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺക്ലൂഡിംഗ് സ്കിൽസ്, ഇതെല്ലാം ഇങ്ങനെയുള്ള പല ഏരിയകളെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. രണ്ടാമത്തെയാണ് ഇൻ ബാസ്കറ്റ് എന്ന് പറയുന്നത്. In this type of test, candidates are provided with the actual letters. ഇങ്ങനെയാ യഥാർത്ഥത്തിലുള്ള ലെറ്ററുകള് അല്ലെങ്കിൽ സെൽഫോൺ ആൻഡ് ടെലിഗ്രാഫിക് മെസ്സേജ് reports and other requirements by the officers of the organization, including proper information regarding to the job and the organization. ഈ in basket എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, കുറച്ച് സൗകര്യങ്ങൾ കൊടുക്കുക അവർക്ക്. എന്തുമായിട്ട്? ആ ജോലിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന, ആ സ്ഥാപനത്തെ കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പല ഫെസിലിറ്റികൾ അവർക്ക് കൊടുക്കും. ചിലപ്പോ പല ലെറ്റേഴ്സിന്റെ രീതിയിലായിരിക്കാം, യഥാർത്ഥത്തിലുള്ള ലെറ്റർ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ സെൽഫോണുകളൊക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം. ടെലിഗ്രാഫിക് മെസ്സേജുകളായിരിക്കാം, റിപ്പോർട്ടുകളായിരിക്കാം, ആ ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ജോലിയെ സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ ഉൾപ്പെടുന്ന ചിലപ്പോൾ റിപ്പോർട്ടുകളായിരിക്കാം. ആൻഡ് അതർ റിക്വയർമെന്റ്സ് ബൈ ദ ഓഫീസേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, അവരെന്ത് ചെയ്യുന്നു? അത് കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ ജോലിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങള്, അത് ലെറ്ററുകളാകാം, സെൽഫോണുകളാകാം, ടെലിഗ്രാഫിക് മെസ്സേജുകളാകാം, റിപ്പോർട്ടുകളാവാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവാം. ആൻഡ് അതർ റിക്വയർമെന്റ്സ് അതായത് ഓഫീസേഴ്സ് എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നോക്കിയേ, the candidates must use in the in basket information, അതായത് അവർക്ക് ഇൻ ബാസ്കറ്റ് അവർക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങള് to make the decision, അതിൽ നിന്ന് ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കും. based on the requirements outlined in the message, ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതിന്റെ ഔട്ട്ലൈൻസ് ഒരു രൂപരേഖ തയ്യാറാക്കും അതിന്റെ. എന്നിട്ട് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നു? ഒരു ഡിസിഷൻ എടുക്കും. Make the decision based on the requirement outlined in the message. ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന രൂപരേഖ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നു? ഒരു ഡിസിഷൻ എടുക്കും. ഓക്കെ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കും. ക്ലിയർ ആയോ? ഇൻ ബാസ്കറ്റ് കുറച്ച് കാര്യങ്ങൾ അവർക്ക് കൊടുക്കും. എന്നിട്ട്
എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സ് അതിൽ നിന്ന് ആ വിവരങ്ങളിലൂടെ ഇപ്പൊ ഓഫീസിലെ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ വായിച്ചു നോക്കി അറിയാലോ, അതിൽ നിന്നൊക്കെ അവർ തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നു. ഇൻ ബാസ്കറ്റ് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഫസ്റ്റ് സെന്റൻസ്, in which of the following type of test candidates are provided with the actual letter self on ആ ഒരു സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. എന്നിട്ട് ആ ഇൻബാസ്കറ്റ് ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നു? ഡിസിഷൻ എടുക്കും. ഓക്കെ, ഇനി അടുത്തതാണ് നാലാമത്തെ ടെസ്റ്റ് ആണ്. അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. അവിടെ നോക്കിയേ, സിറ്റുവേഷണൽ ടെസ്റ്റ് 2 എണ്ണം, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ ബാസ്കറ്റ്. ഇനി നാലാമത്തെയാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. Interest test. Interest test are inventories of all like and dislike of the candidates. അവിടെ എന്താ പറയുന്നത്? കാൻഡിഡേറ്റ്സിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, അതാണ് നമ്മൾ pertaining to their work. എന്താ pertaining എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട്, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, occupation തൊഴിലുമായി ബന്ധപ്പെട്ട്, ഹോബീസുമായി ബന്ധപ്പെട്ട്, ആൻഡ് അതർ സ്പെയർ ടൈം ആക്ടിവിറ്റീസ് ഒഴിവ് സമയ പ്രവർത്തനങ്ങൾ, ഇതുമായിട്ടൊക്കെ എന്താ അതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അതേക്കുറിച്ചുള്ള ഒരു ഇൻവെന്ററി ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. പേരിൽ തന്നെ അറിയാലോ, ഇൻട്രസ്റ്റ്. ഇപ്പൊ എന്റെ ഹോബി ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ, ഒക്യുപേഷൻ വ്യത്യാസമാണ്. വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെന്നില്ല നിങ്ങളുടെ. അപ്പൊ അങ്ങനെ അതുപോലെ ഒഴിവ് സമയ പ്രവർത്തനങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുക ചെയ്യുന്നത്. അതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അവർക്കുടെ കാൻഡിഡേറ്റ്സിന്റെ ഇൻട്രസ്റ്റ് ഏതാണ്, ലൈക്ക് ഇഷ്ടങ്ങൾ ഏതാണ്, അനിഷ്ടങ്ങൾ ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. The main objective of the test is to identify the candidate's disinterest in the job offered to him and to decide upon the area in which the candidate is showing interest. അപ്പൊ ഇൻട്രസ്റ്റ് ടെസ്റ്റ് നടത്തുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്? Identify the candidate's disinterest in the job offered to him. അവർക്ക് ഓഫർ ചെയ്ത ജോലി അതില് ആ കാൻഡിഡേറ്റ്സിന്റെ താല്പര്യം ഉണ്ടോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ കാണിക്കുന്നത്, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് ഇല്ലയോ എന്നുള്ളത് കാണിക്കുക, അത് നോക്കുക. അതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. ഇപ്പൊ നമ്മളോട് ഇങ്ങനെ ഇൻട്രസ്റ്റ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ എഴുതൂലേ അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാലോ. ഓക്കെ അല്ലേ? ആ രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടെ. The main objective to identify the candidate's disinterest in the job offered to him and to decide തീരുമാനിക്കുക upon the area in which the candidate is showing interest. Candidates interest കാണിക്കുന്ന ഏരിയ ഏതാണ് അത് ഡിസൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. This test has an assumption that the interest of the candidates in a job is highly correlated with the success of that job. ശരിയല്ലേ? അത് എന്തിനാ അങ്ങനെ നോക്കുന്നേ? അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഏത് മേഖലയാന്ന് വെച്ചാൽ അതിലേക്ക് എന്റെ പോസ്റ്റ്, ആ ഒരു ജോബ് എനിക്ക് തന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റൂലേ അല്ലെ? അതിൽ എനിക്ക് നല്ല രീതിയിൽ ആ ജോലിയുടെ ഒരു നല്ലൊരു സക്സസ് കിട്ടൂലേ? ശരിയല്ലേ? നമുക്ക് ഇഷ്ടമുള്ള മേഖല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിലാണ് നിങ്ങൾ കയറുന്നെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യൂലേ? എന്നാൽ നിങ്ങൾക്ക് അറിയില്ലാത്ത താല്പര്യമില്ലാത്ത ഒരു ജോലിയെ കൊണ്ടുവന്നിട്ടാ നമുക്ക് അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ ജോലിയുടെ വിജയത്തിന് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ? ആണോ? ആ ശരി, ഓക്കെ. ഒന്ന് രണ്ട് പേരൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട്. ശ്രുതി, സൂര്യ, കാവ്യ, സൗമ്യ ഒക്കെ തമ്പിട്ടുണ്ട്. ശരിയല്ലേ? അതായത് നമുക്ക് ഇൻട്രസ്റ്റ് എവിടെയാന്ന് കണ്ടുപിടിച്ചിട്ട് അതേ ആ ഒരു ഇതിലേക്ക് നമുക്ക് ജോലി തരികയാണെങ്കിൽ ആ ജോലിക്ക് നമുക്ക് ഉറപ്പായിട്ട് നല്ലൊരു വിജയം ഉണ്ടാക്കും അല്ലേ? അപ്പൊ അതാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. Interest inventories are more accurate and generally do not vary after the age of 30. അതായത് ഒരു 30 വയസ്സിനൊക്കെ ശേഷം നമുക്കത് എന്താ പറയാ, അത് അധികം വേരി ചെയ്യില്ല, കൃത്യമായിട്ട് ഒക്കെ ആയിട്ടിരിക്കുന്നു അല്ലെ? നമ്മൾ പറയില്ലേ യൂത്ത്, ചെറിയ പിള്ളേർക്കൊക്കെ എപ്പോഴെപ്പോഴും ഇഷ്ടങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു 30 വയസ്സിന് ശേഷം നമ്മൾ കുറച്ചും കൂടി മെച്ചുറായി, അപ്പൊ എന്ന് പറഞ്ഞാൽ അധികം അതിലും വ്യത്യാസമൊന്നും വരില്ല. 30 വയസ്സിന് ശേഷം ഒക്കെ ഇത് ഡു നോട്ട് വേരി, ആ ഒരു ഇൻട്രസ്റ്റ് അധികം വ്യത്യാസമൊന്നും വരില്ല. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ,
Then അടുത്തതാണ് personality test. Personality test analyze the individual closely to get an idea about his value system, emotional stability, attitude and moods. അതാണ് personality ആണ് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്ന എന്താ, ഇൻഡിവിജ്വൽസിന്റെ ആ കാൻഡിഡേറ്റ്സിന്റെ വാല്യൂസ്, അവരുടെ മൂല്യ വ്യവസ്ഥ, മൂല്യം, ഇമോഷണൽ സ്റ്റേബിലിറ്റി, ഇമോഷന്റെ ഇതെങ്ങനെയാണ്, ഇമോഷണൽ സ്റ്റേബിലിറ്റി എങ്ങനെയാണ്, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, മനോഭാവം എങ്ങനെയാണ്, അവരുടെ മൂഡ്സ് എന്താണ്, അവരുടെ മൂഡ്സ് എങ്ങനെയാണ്, മൂഡ് എങ്ങനെയാണ്, ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു. All of them may be expressed in the form of self-confidence, skill, emotional control, hopefulness, certainty, friendliness, consistency, objectivity, tolerance, fear, doubt, initiative, judgment, dominance or submission, spontaneity, reliability and firmness. ഇതെല്ലാം ഇന്ത്യയിലെ നമുക്ക് ഈ പറഞ്ഞേക്കുന്നതാ. എനിക്ക് ഓരോന്ന് നമുക്ക് നോക്കാട്ടോ. സെൽഫ് ഇൻ ദ ഫോം ഓഫ്, അപ്പൊ ആ ഒരു നമ്മുടെ പേഴ്സണാലിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്? സെൽഫ് കോൺഫിഡൻസ്, അതൊരു പേഴ്സണാലിറ്റി അളക്കുന്നല്ലേ. ചിലര് നല്ല കോൺഫിഡൻസ് ആയിരിക്കും, അപ്പൊ നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി എന്ന് പറയാം. അപ്പൊ പേഴ്സണാലിറ്റിനെ അസസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്? All of them may be expressed in the form of സെൽഫ് കോൺഫിഡൻസ്, സ്കില്ല്, അവരുടെ കഴിവുകള്, ഇതൊക്കെ പേഴ്സണാലിറ്റിനെ എക്സ്പ്രസ് ചെയ്യാലോ അല്ലെ. പിന്നെ ഇമോഷണൽ കൺട്രോൾ, ഹോപ്പ്ഫുൾനെസ്, അവരുടെ പ്രതീക്ഷകള്, സെർട്ടിനിറ്റി എന്ന് വെച്ചാൽ അവരുടെ ഉറപ്പ്, ഫ്രണ്ട്ലിനെസ് എന്ന് വെച്ചാൽ സൗഹൃദം, കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ സ്ഥിരത, സ്ഥിരമായിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥിരത. നമ്മൾ പറയില്ലേ സ്ഥിരതയുള്ള ആളാണ്, നല്ലൊരു പേഴ്സണാലിറ്റി ആണ്. ഇതൊക്കെ പേഴ്സണാലിറ്റിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഒബ്ജക്ടിവിറ്റി എന്ന് വെച്ചാൽ വസ്തുനിഷ്ഠ, ടോളറൻസ് എന്ന് വെച്ചാൽ സഹിഷ്ണുത, ഫിയർ പേടി, ഡൗട്ട് സംശയം, ഇനിഷ്യേറ്റീവ്, ചിലര് നല്ല ഇനിഷ്യേറ്റീവ്, അതായത് എന്തിനും മുൻകൈ എടുക്കാൻ അല്ലെ, ഇനിഷ്യേറ്റീവ് ആയിരിക്കും, മുൻകൈ എടുക്കാനുള്ള ഇത്, ജഡ്ജ്മെന്റ് വിധി, ഡോമിനൻസ് ആധിപത്യം, ഓർ ഡോമിനേഷൻ ഓർ സബ്മിഷൻ, സബ്മിഷൻ എന്ന് വെച്ചാൽ സമർപ്പണം, ചിലർക്ക് നല്ല എല്ലാത്തിനോടൊരു നല്ലൊരു സമർപ്പണം അറിയില്ലേ, സബ്മിഷൻ, സ്പോണ്ടേനിറ്റി സ്വാഭാവികത, സ്പോണ്ടേനിറ്റി സ്വാഭാവികത, റിലയബിലിറ്റി വിശ്വസ്തത, ആൻഡ് ഫേംനെസ് ദൃഢത. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. പേഴ്സണാലിറ്റി മേ ബി എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് ഡാഷ്, ഏതൊക്കെ രീതിയിൽ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാം. This test can be divided into the following type. ഈ ടെസ്റ്റുകളെ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം. ഒന്നാമത്തെയാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകള്, രണ്ടാമത്തെയാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകള്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? This test generally consists of questionnaire. Questionnaire രൂപത്തിലാണ് കൊടുക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന മോക്ക് ടെസ്റ്റ് എങ്ങനെയാ? ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അല്ലേ തരുന്നേ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലേ? 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഒന്ന് കറക്റ്റ് ആയിരിക്കും അല്ലേ? അതൊരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അല്ലേ? ഏതൊക്കെ രീതിയിലാണ്? ക്വസ്റ്റ്യനെയേഴ്സ്, ചോദ്യാവലി രൂപത്തിൽ തരുന്നതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. It gives the candidates multiple choices or true or false option. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ തരുന്നേ അല്ലെ? ചോയ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ കറക്റ്റ് ഏതാന്ന് വെച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ അത് ട്രൂ ഓർ ഫോൾസ് എന്ന രീതിയിലും ആകാം. യെസ് ഓർ നോ, ട്രൂ ആണോ ഫോൾസ് ആണോ, രണ്ട് ഓപ്ഷൻ ഒക്കെ അവിടെ ഉണ്ടാവുള്ളൂ. ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് പറയണം, ഫോൾസ് ആണെങ്കിൽ ഫോൾസ്, രണ്ട് ഓപ്ഷൻ. അത് എന്താ പറയാ, അത് ക്വസ്റ്റ്യനെയർ രൂപത്തിലാണ്. അതിന് ഒന്നില്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ആണ് മോക്ക് ടെസ്റ്റ്. 4 ഓപ്ഷൻ തന്നിട്ട് നിങ്ങളോട് കറക്റ്റ് എഴുതാൻ പറയുക ചെയ്യുന്നത് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ഓപ്ഷൻ, യെസ് ഓർ നോ, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള ഇതാവും, അത് ആൻസർ ചെയ്യും.
to any question. അത് ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ ആൻസർ ചെയ്യാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ കാൻഡിഡേറ്റ്സിന് കൊടുക്കാം. These tests are prepared in the structural form of the subject is having limited choice available to answer any question. നിങ്ങൾക്ക് ലിമിറ്റഡ് ചോയ്സ് അല്ലേ? ആ 4 എണ്ണത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എഴുതണ്ടേ? അഞ്ചാമതൊരു ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ളതുണ്ടോ? ഈ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യനൊക്കെ മൾട്ടിപ്പിൾ ചോയ്സിനൊക്കെ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസിന് ഒന്നിലും ട്രൂ ആണോന്നോ ഫോൾസ് ആണോന്നോ അത് ലിമിറ്റഡ് ആണ് അവിടെ. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ കാൻഡിഡേറ്റ്സിന് അവിടെ എന്താണ് ലിമിറ്റഡ് ചോയ്സ് ഉള്ളൂ. നമ്മൾ അത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആൻസർ ചെയ്യുന്ന കറക്റ്റ് ആൻസർ കൊടുക്കണം. ടു ആൻസർ എനി ക്വസ്റ്റ്യൻ. These tests are focused on evaluating the mental ability. എന്തിനു വേണ്ടിയാ? കാൻഡിഡേറ്റ്സിന്റെ മെന്റൽ എബിലിറ്റി എങ്ങനെയുണ്ട്? ഇൻഡിപെൻഡൻസ്, then submission and the self confidence of the candidates. ഇതിലേക്ക് അവരുടെ സെൽഫ് കോൺഫിഡൻസ്, അവരുടെ സബ്മിഷൻ, അങ്ങനെയുള്ള മെന്റൽ എബിലിറ്റി, ഇൻഡിപെൻഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റുകൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് വേറെ ഒന്നുമില്ല, കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനെയർ കൊടുക്കും. അപ്പൊ അതില് കാൻഡിഡേറ്റ്സ് ആൻസർ ചെയ്യണം. നമ്മൾ PSCയുടെ ഒക്കെ അങ്ങനെയല്ലേ അല്ലേ? PSCയുടെ നമ്മുടെ മെന്റൽ എബിലിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്, ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാട്ടോ. മെന്റൽ എബിലിറ്റി, ഇൻഡിപെൻഡൻസ്, then submission and self-confidence of the candidates. Okay, clear അല്ലേ അത്? സ്വാതന്ത്ര്യം, അവരുടെ സമർപ്പണം, ആത്മവിശ്വാസം, ഇതൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതിനാണ് ഈ ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ശ്രദ്ധ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡാഷ് ടെസ്റ്റ് ആർ കൺസിസ്റ്റ് ഓഫ് എ ക്വസ്റ്റ്യനെയർ. അല്ലെങ്കിൽ രണ്ടാമത്തെ സെന്റൻസ് ആണെങ്കിലും ഡാഷ് ഗീവ്സ് ഇറ്റ് എന്നുള്ളത് ഡാഷ് ഗീവ്സ് ദ കാൻഡിഡേറ്റ്സ് മൾട്ടിപ്പിൾ ചോയ്സസ്. അപ്പൊ അതേതാ? ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ. രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ആണ് കാൻഡിഡേറ്റ്സിന്, അത് ഏതാന്ന് വെച്ചാൽ ആൻസർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ എബിലിറ്റി, ഇൻഡിപെൻഡൻസ്, സബ്മിഷൻ, സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെ അളക്കാൻ വേണ്ടി. ഇനി അടുത്തതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. നോക്കിയേ, projective test provide an unstructured task. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ അതെങ്ങനെ സ്ട്രക്ചറൽ ഫോം ആണ് കേട്ടോ. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ സെക്കൻഡ് സെന്റൻസ്, ദീസ് ടെസ്റ്റ് ആർ പ്രിപ്പയർഡ് ഇൻ ദ സ്ട്രക്ചറൽ ഫോം. ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ് അത് രൂപപ്പെടുത്തിയേക്കുന്നത്. കൃത്യമായിട്ട് ഒരു പ്രത്യേക ഘടനയുണ്ട് അതിന്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് നോക്കി, പ്രൊജക്റ്റീവ് ടെസ്റ്റ് പ്രൊവൈഡ് ആൻ അൺസ്ട്രക്ചേർഡ് ടാസ്ക്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഘടനയൊന്നുമില്ല. സ്ട്രക്ചേർഡ് അല്ലാത്ത ടാസ്കുകളാണ്. ആ ടാസ്ക് ദ കാൻഡിഡേറ്റ് ടു ടേക്ക് എ ഡിസിഷൻ ബൈ യൂട്ടിലൈസിംഗ് ദ ടെസ്റ്റ് പ്രോംപ്റ്റ് which may be a vague or unclear. vague എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്ത, അവ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ or unclear, ഒരു unclear ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചിട്ട് കാൻഡിഡേറ്റ്സ് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു, അതാണ് ഏത്? പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. ഫോർ എക്സാമ്പിൾ ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. unstructured task and ask the candidates to take a decision എങ്ങനെ? by utilizing the test prompt which may be vague or unclear. അവ്യക്തമായിട്ടുള്ള വ്യക്തമല്ലാത്ത ഒരു സംഭവം കാണിച്ചിട്ട് അതിൽ നിന്ന് കാൻഡിഡേറ്റ്സ് എന്ത് മനസ്സിലാക്കുന്നു, അങ്ങനെ ഒരു എന്നിട്ട് അതിന് ഡിസിഷൻ എടുക്കുന്ന. കുറച്ചും കൂടി ക്ലിയർ ആവും. എക്സാമ്പിൾ നോക്കി, ഫോർ എക്സാമ്പിൾ ദി കാൻഡിഡേറ്റ്സ് മൈറ്റ് ബി റിക്വയർഡ് ടു ആൻസർ വാട്ട് ഹി ഓർ ഷീ ഈസ് പെർസീവിംഗ് ഇൻ എ ബ്ലോട്ട് ഓഫ് ഇങ്ക് ഓൺ പീസ് ഓഫ് പേപ്പർ or to create a story from a card showing a hazy picture of some people who are in particular environment such as surgical room. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. ഈ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് കണ്ടിട്ടുണ്ടോ? അതായത് നമ്മളെ ഒരു പേപ്പർ എടുത്തിട്ടേ അതിനകത്ത് ഇങ്ങനെ മഷി ഇങ്ങനെ തെറിപ്പിച്ച് ഇതാക്കിയിട്ട് അപ്പൊ അതെന്ന് പറയാൻ അവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് കാൻഡിഡേറ്റ്സ് കൊടുത്തു നമ്മുടെ മെന്റലായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ചിന്തയില് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഇപ്പൊ നമ്മള് ചില സമയത്തൊക്കെ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ മേഘങ്ങളൊക്കെ പല ഷേപ്പ് പോലെ തോന്നാറില്ലേ? തോന്നാറില്ലേ?
അതിപ്പോ എനിക്ക് തോന്നുന്നത് ചിലർക്ക് ഒരു കുതിരേനെ പോലെ തോന്നാം, ചിലപ്പോ വേറെ ഒരു പുഴ ഒഴുകണ പോലെ തോന്നാം, അങ്ങനെ പല രീതിയിലായിരിക്കും. ഇപ്പൊ ഇൻകംപ്ലീറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അവ്യക്തമായിട്ടുള്ള ഒരു കാര്യം കാൻഡിഡേറ്റ്സിനെ കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് അവരെന്താ മനസ്സിലാക്കിയെന്നുള്ളത് എഴുതണം. അതാണ് ഇൻകംപ്ലീറ്റ് ടെസ്റ്റ്. അപ്പൊ അതിനകത്ത് ഒരു പേപ്പറിൽ ഇങ്ക് ഇങ്ങനെ തെറിപ്പിച്ചിട്ട് അത് ആ ഒരു പല ഷേപ്പ് പോലെ വരിക, അത് പല രീതിയിൽ തോന്നാം, അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കും. അല്ലെങ്കിൽ നോക്കിയേ, കാൻഡിഡേറ്റ്സിന് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയും. ടു ക്രിയേറ്റ് എ സ്റ്റോറി ഫ്രം ദ കാർഡ് ഷോയിങ് hazy picture of some people who are particular environment such as surgical room. അതായത് ഹേസി എന്ന് പറഞ്ഞ ഒരു മങ്ങിയ ഒരു അവ്യക്തമായിട്ടുള്ള പിക്ചർ കാണിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്, അതിൽ നിന്ന് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയും. This test is based on the assumption that a manner of structuring and interpreting the given unclear test. അവ്യക്തമല്ലാത്ത കാര്യമാണത്. Stimulus will represent the basic characteristics of an individual personality or a psychological functioning, and thus it discloses his or her needs, nervousness and conflict. Conflict എന്ന് പറഞ്ഞാൽ അവർക്കടെ എന്താ പറയാ, ഒരു സംഘർഷം നോക്കുന്നത്, നെർവസ്നെസ്, അവർക്കടെ ഒരു അസ്വസ്ഥത, അതൊക്കെ അവരിൽ അത് വെളിപ്പെടുത്തുന്നു. അവരിൽ എന്താണ് അത് തോന്നുന്നത്, അല്ലെ? അതാണ് അവരുടെ പേഴ്സണാലിറ്റി ഓർ സൈക്കോളജിക്കൽ ഫങ്ഷനിങ് അത് വെളിപ്പെടുത്തുക ചെയ്യുന്നത്. Therefore, projective test evaluate the personality of individual in an indirect way. നേരെ കാണിച്ചിട്ട്, ഇപ്പൊ നേരെ ഒരു സ്റ്റാറിന്റെ പടം കാണിച്ചിട്ട് നമ്മളോട് പറയാണ് എന്താന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും അവിടെ സ്റ്റാറിന് കിട്ടും. എന്നാൽ അത് ക്ലിയർ അല്ലാത്തൊരു സംഭവം കാണിച്ചിട്ട്, വലിയൊരു മോഹൻലാലിന്റെ ഒരു ഇത് കാണിച്ചിട്ട് നമ്മളോട് ഇത് ആരാന്ന് വെച്ചാൽ നമ്മൾ ഏത് മോഹൻലാലാന്ന് പറയും ക്ലിയർ ആയിട്ട്. ഇത് ക്ലിയർ അല്ലാത്ത ഒരു ഇത് കാണിച്ചിട്ട് നമ്മളോട് അതെന്താന്ന് മനസ്സിലാക്കാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. നൽകിയിരിക്കുന്ന അവ്യക്തമായിട്ടുള്ള ടെസ്റ്റ് ആ ഒരു നമ്മുടെ സ്റ്റിമുലസ്, ഉത്തേജനത്തിന്റെ ഘടനയും വ്യാഖ്യാനവും ഒരു വ്യക്തിത്വത്തിന്റെ മാനസിക പ്രവർത്തനങ്ങളുടെയും അതല്ലെങ്കിൽ അടിസ്ഥാന സവിശേഷതകളെയൊക്കെ എങ്ങനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്, അതുവഴി അവന്റെ നീഡ്സ്, ആവശ്യങ്ങൾ എന്തൊക്കെയാ, അവരുടെ അസ്വസ്ഥതകള്, നെർവസ്നെസ്, കോൺഫ്ലിക്ട്, സംഘർഷങ്ങള് എന്നിവ വെളിപ്പെടുത്താൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഡാഷ് ടെസ്റ്റ് പ്രൊവൈഡ് അൺസ്ട്രക്ചറഡ് ടാസ്ക് എന്നുള്ളത്. പിന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേ. Projective test evaluate the personality of individual in an indirect way. അപ്പൊ അങ്ങനെ അവ്യക്തമല്ലാത്ത ഒരു കാര്യം കാണിച്ചിട്ട് അത് നമ്മുടെ വ്യക്തികളുടെ പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ഫങ്ഷനിങ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അതിനെയൊക്കെ വെളിപ്പെടുത്തുന്നു. അതെന്താണ്, ഇപ്പൊ ഞാനൊരു കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ചിലപ്പോ കാണുന്നത്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് വേറെ രീതിയിൽ തോന്നാം. അതൊക്കെ മെഷർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഭംഗിയൊരു പിക്ചർ കാണിച്ചിട്ട് അതിൽ നിന്നൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയാം. അതൊക്കെയാണ് കേട്ടോ. ഇങ്ക് ബ്ലോട്ടുകള്, അല്ലെങ്കിൽ പൂർത്തിയാക്കാത്ത വാക്യങ്ങള്, അല്ലെങ്കിൽ അൺക്ലിയർ ആയിട്ടുള്ള പിക്ചർ, ഇതൊക്കെ കാണിച്ചിട്ട് ഒരു അവ്യക്തമായിട്ടുള്ള ഇങ്ങനെയുള്ള സ്റ്റിമുലസ്, ഉത്തേജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള വിലയിരുത്തലാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. ഈ കാൻഡിഡേറ്റ്സിന്റെ അബോധാവസ്ഥയിലുള്ള ചിന്തകള്, അവരുടെ വികാരങ്ങള്, പിന്നെ വ്യക്തിത്വ സവിശേഷതകള്, ഇതെല്ലാ കാര്യങ്ങളും അതിലൂടെ വെളിപ്പെടുത്തുന്നു. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ, ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. പിന്നെ ദിസ് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ, അതും വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അപ്പൊ അവിടെ ദിസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡാഷ് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് തരാം. മനസ്സിലായി നിങ്ങൾക്ക് എന്റെ ഒരു ആശയം മനസ്സിലായി? അതില് ഒരു അവ്യക്തമായിട്ടുള്ള കാര്യം കാണിച്ചിട്ട് കാൻഡിഡേറ്റ്സ് ഓരോരുത്തരും എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകള്, വികാരങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ അസ്വസ്ഥതകള്, സംഘർഷങ്ങള്, ആവശ്യങ്ങള്, ഇങ്ങനെയുള്ള അവരുടെ പല വികാരങ്ങള്, വ്യക്തിത്വ സവിശേഷതകള്, ഇതെല്ലാം വെളിപ്പെടുത്താൻ സഹായിക്കും. ഇനി അപ്പൊ അത്രയാണ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ. 5 ടൈപ്പ് ടെസ്റ്റുകളും അതിന്റെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നോക്കിയാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്.
ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഭിരുചി അല്ലെ? നമ്മളിപ്പോ പറഞ്ഞു, നമ്മളിപ്പോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി, ഇപ്പൊ ഒരു മാത്തമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ഗണിതശാസ്ത്രത്തിൽ എത്രത്തോളം അഭിരുചി ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പൊ അതിന് അങ്ങനെ മാത്തമാറ്റിക് പരമായിട്ടുള്ള ജോലിയിലേക്ക് അവന് കയറ്റാം, അല്ലെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അവന്റെ അഭിരുചി മനസ്സിലാക്കാനായിട്ടുള്ള അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവന് ഓൾറെഡി നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ, അച്ചീവ് ചെയ്തിട്ടുള്ള അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യം അത് നോക്കണം. അത് നമ്മൾ രണ്ടും പറഞ്ഞു. ഈ കുറച്ചും കൂടി നമുക്ക് ആ ഡിഫറൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ഹാസ് ട്രഡീഷണലി റെഫർഡ് ടു എ പേഴ്സൺസ് കപ്പാസിറ്റി ടു പ്രോഫിറ്റ് ഫ്രം ഫർദർ ട്രെയിനിങ്. അതായത് എന്താണ്? കൂടുതൽ പരിശീലനത്തിൽ നിന്ന് ലാഭം നേടാനുള്ള ഒരു കഴിവിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പൊ എന്റെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മേഖലയിൽ കുറച്ചും കൂടി ട്രെയിനിങ് തന്നു കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന് ലാഭം നേടാൻ പറ്റൂലേ? അല്ലെ? എന്റെ അഭിരുചി ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കുടെയും ആറ്റിറ്റ്യൂഡ് എന്താണ്, അതിനോടുള്ളൊരു ആ ഇൻട്രസ്റ്റ് ഉള്ള ഒരു അഭിരുചിയുള്ള കാര്യം എന്താന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ ജോലിക്ക് എടുക്കുകയാണ്. അല്ലെങ്കിൽ അത് തരുമ്പോൾ എന്താ ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ് പരമാവധി ലാഭം നേടാൻ പറ്റും. ആറ്റിറ്റ്യൂഡ് ഒരു പ്രത്യേക മേഖലയിൽ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ ശേഷി അളക്കുന്ന ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അവരുടെ പ്രത്യേക കഴിവ് ശേഷി അളക്കുന്ന ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി എന്താ നോക്കിയേ, അച്ചീവ്മെന്റ് ടെസ്റ്റോ ഹാസ് റെഫർഡ് ടു ഡിഗ്രി ഓഫ് എബിലിറ്റി ഓൾറെഡി അറ്റൈൻഡ്. ഇതിനകം നേടിയെടുത്ത കഴിവുകൾ, അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത്, ഇതിനകം നേടിയെടുത്ത കഴിവുകളെ വിലയിരുത്തുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ഇനി നമ്മൾ എന്തിലേക്ക് വേണ്ടിയാ? ഇനി ഫ്യൂച്ചറിലേക്കാണ്. നമ്മുടെ അഭിരുചി എന്താന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ ആ ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ് നമുക്ക് ലാഭം നേടാൻ പറ്റും. ഇതാണ് കൂടുതൽ പരിശീലനത്തിൽ നിന്ന് ലാഭം നേടാനുള്ള കഴിവ്. എന്നാൽ അച്ചീവ്മെന്റോ നമ്മൾ ഓൾറെഡി നേടിയെടുത്ത കാര്യമാണ്, അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, അത് മെഷർ ചെയ്യുന്നതാണ്. രണ്ടാമത് നോക്കിയേ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോക്കസ് ഓൺ കോമ്പിറ്റൻസീസ് അക്യൂർഡ് ഫ്രം ജനറൽ, ഇൻഫോർമൽ, ഔട്ട് ഓഫ് ദ സ്കൂൾ എക്സ്പീരിയൻസ്. എന്താ? സ്കൂൾ എക്സ്പീരിയൻസിന് പുറത്തുള്ള പൊതുവായിട്ടുള്ള ഇൻഫോർമൽ, ഒരു അനൗപചാരികമായിട്ടുള്ള കാര്യത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് നേടിയെടുത്തതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എങ്ങനെയാ? ജനറൽ ആയിട്ട്, അത് നമ്മുടെ ഉള്ളിലുള്ള, നമ്മൾ ചിലപ്പോ ജനിക്കുമ്പോൾ തന്നെ അല്ലെ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു അഭിരുചി ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം അല്ല. നമ്മളിപ്പോ സ്കൂളിൽ നിന്ന് പോയി പഠിക്കുന്ന കാര്യമൊന്നുമല്ല. ഇൻഫോർമൽ ഉണ്ടോ? എന്താ? ഇൻഫോർമൽ ആണ്. ഔട്ട് ഓഫ് ദ സ്കൂൾ എക്സ്പീരിയൻസ്, സ്കൂൾ എക്സ്പീരിയൻസിന് പുറത്ത് നിന്ന് നമ്മൾ നേടിയെടുത്ത ഒരു അനൗപചാരികമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതെന്ന് ആപ്റ്റിറ്റ്യൂഡ്. അത് എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കൂൾ എക്സ്പീരിയൻസിന് പുറത്ത്, അതായത് അനൗപചാരികമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് നേടിയെടുത്ത കാര്യം. എന്നാൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഓഫ് ഫോക്കസ് ഓൺ മോർ സ്പെസിഫിക് ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ഫ്രം സ്റ്റഡിങ് എ പർട്ടിക്കുലർ സ്കൂൾ സബ്ജക്ട്. ആ പ്രത്യേക അല്ലെ, നമ്മൾ അച്ചീവ് ചെയ്തു, നമ്മൾ നേടിയെടുത്ത കാര്യം. നമ്മളിപ്പോ 10th പഠിച്ചു, നമ്മൾ 10th കോഴ്സ് അത്രയും ഇത് നമ്മൾ ആ സ്കൂളിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത, +2 പഠിച്ചു, അത്രയും നമ്മൾ അതെന്താ ആ സ്കൂളിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത കാര്യമാണ്. സ്കൂൾ സബ്ജക്റ്റ് പഠിക്കുന്നതിലൂടെ നേടിയെടുത്തതാണ് അല്ലെ. ആ ഒരു പ്രത്യേക സ്കൂൾ സബ്ജക്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ പ്രത്യേക അനുഭവത്തിൽ നിന്ന്, ആ പ്രത്യേക വിവരങ്ങളിൽ നിന്ന് നേടിയെടുത്തതാണ് അച്ചീവ്മെന്റ്. അത് അളക്കുന്നതിന് വേണ്ടിയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. മോർ ഓൺ സ്പെസിഫിക് ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ഫ്രം സ്റ്റഡിയിങ് എ സ്കൂൾ സബ്ജക്ട്. എന്നാൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് സ്കൂളിൽ നിന്ന് പുറത്ത് ഇൻഫോർമൽ ആയിട്ടുള്ള നമ്മൾ നേടിയെടുത്ത കാര്യം. ഇനി നോക്കിയേ, ആപ്റ്റിറ്റ്യൂഡ് മെഷർമെന്റ് ഫോക്കസ് ഓൺ ഫ്യൂച്ചർ. എന്തിനാ? ഭാവിയിലല്ലേ നോക്കണേ. ആപ്റ്റിറ്റ്യൂഡ് ഭാവിയിലേക്ക് ഫോക്കസ് ചെയ്തേക്കുന്ന,
ഇപ്പൊ എന്റെ അഭിരുചി എന്താണ് എന്ന് ടെസ്റ്റ് ചെയ്ത് കിട്ടി. അപ്പൊ എനിക്ക് മാത്സിൽ നല്ല കഴിവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയപ്പോ എനിക്ക് മാത്സിലാണ് എന്റെ ഒരു അഭിരുചി അത് കണ്ടെത്തി അതിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ആ ഓർഗനൈസേഷന് നല്ല ലാഭം നേടാൻ പറ്റും. അതായത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താ മെഷർ ചെയ്യുന്നത്? മെഷർമെന്റ് ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ. അണ്ടർലൈൻ ചെയ്തിട്ടോ. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തിനാ? പാസ്റ്റ് കഴിഞ്ഞു പോയതല്ലേ, ഞാൻ എത്രത്തോളം അച്ചീവ് ചെയ്തു അത് മെഷർ ചെയ്യാനാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങക്ക് പറയണേ? അപ്പൊ അവിടെയൊക്കെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഏത് ടെസ്റ്റ് ആണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണോ എന്നൊക്കെ ഡാഷ് ഇട്ട് അവിടെ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നത്? 3 പോയിന്റ്സും ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, നാലാമത്തെ നോക്കിയേ. Aptitude tests have been devised primarily to measure potential achievement or to predict the level of future performance. Aptitude ടെസ്റ്റുകള് പ്രധാനമായിട്ടും സാധ്യതയുടെ നേട്ടം അളക്കാനോ or to predict the level of future performance, ഭാവിയിലെ പ്രകടനത്തിന്റെ നിലവാരം ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടോ വിഭാവനം ചെയ്തതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിനു വേണ്ടി to measure potential achievement or to predict to the level of future performance, ഭാവിയിലേക്കുള്ള പ്രകടനം അതിന്റെ ലെവല് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് യൂസ്ഡ് ടു മെഷർ ദ അറ്റൈനബിലിറ്റി, നമുക്ക് ഇതിനകം നേടിയെടുത്ത കഴിവുകൾ മെഷർ ചെയ്യാൻ. ഇതിനകം പാസ്റ്റിലേ അല്ലാതെ അത് പാസ്റ്റ് ആണ്, അതായത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യമല്ല അവിടെ നോക്കണത് കണ്ടോ. അച്ചീവ്മെന്റ് ടെസ്റ്റ് യൂസ്ഡ് ടു മെഷർ ദ അറ്റൈനബിലിറ്റി. എന്താ പറഞ്ഞേക്കുന്ന ഈ അച്ചീവ്മെന്റ് ടെസ്റ്റ് നമുക്ക് നേടിയെടുത്ത, നമ്മൾ എത്രത്തോളം നമ്മൾ നേടിയെടുത്തു ആ നേടിയെടുത്ത കഴിവുകള് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, നേടിയെടുത്ത പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയതാണ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നേടിയെടുത്തു. ആ നേടിയെടുത്ത കാര്യങ്ങള്, ആ നേടിയെടുത്തിട്ടുള്ള എബിലിറ്റി, അറ്റൈൻഡ് എബിലിറ്റി അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ലാസ്റ്റ് നോക്കി, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് begin in business or industrial organizational context where such as a test were administered for employee selection, placement and occupational counseling. ഓക്കെ, ബിസിനസ് അല്ലെങ്കിൽ വ്യാവസായികപരമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, then administrator 2 was administrated for employee selection. എന്തിനു വേണ്ടിയാ? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നടത്തപ്പെടുക, ഇതിനു വേണ്ടിയാ എംപ്ലോയി സെലക്ഷൻ. then പ്ലേസ്മെന്റ്, അവരെ എന്താണ് കറക്റ്റ് പ്ലേസിലേക്ക് പ്ലേസ്മെന്റ് നടത്താൻ. മാത്സിന്റെ നല്ല കഴിവുള്ള കുട്ടിയാണെങ്കിൽ ആ കറക്റ്റ് പൊസിഷനിലേക്ക് പ്ലേസ്മെന്റ് കൊടുക്കാൻ. അതുപോലെ തന്നെ ഒക്യുപേഷണൽ കൗൺസിലിംഗ് എന്നിവയ്ക്കായിട്ടാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ആരംഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് testing begin in business or industrial organization context where such as a test were administered for employee select ചെയ്യാൻ. എന്തിനു വേണ്ടി നടത്തപ്പെടുന്നത്? അവന്റെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ സെലക്ട് ചെയ്യാൻ, പ്ലേസ്മെന്റ് കൊടുക്കാൻ, ഒക്യുപേഷണൽ കൗൺസിലിംഗ് എന്നിവയ്ക്കായിട്ട് അത്തരം ടെസ്റ്റുകൾ നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഡിഫറൻസ് ബൈ ഹാർട്ട് ചെയ്യണ്ട, ജസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ആണ് അച്ചീവ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. മെയിൻ ആയിട്ട് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിരുചി പരിശോധനയാണ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ അഭിരുചി എന്താണെന്ന് അവര് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി അത് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രോഫിറ്റിന് വേണ്ടിയാ. എന്നാൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താ? നമ്മൾ ഇതിനകം നമ്മൾ നേടിയെടുത്ത കഴിവുകള്, അറ്റൈനബിലിറ്റി അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് പാസ്റ്റ് കാര്യമാണ്. പാസ്റ്റ് നമ്മൾ എത്രത്തോളം നേടിയെടുത്തു ആ നേടിയെടുത്ത കഴിവുകൾ മെഷർ ചെയ്യാനാണ്. ക്ലിയർ ആയില്ലേ? 5 പോയിന്റ്സും ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ, ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അയച്ചു വെക്കോ? നമ്മൾ ഇന്നിപ്പോ തുടങ്ങിയത് ഏതാണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് മുതലാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് അതിൽ 2 എണ്ണം, ജോബ് നോളജ് ടെസ്റ്റ്, വർക്ക് സാമ്പിൾ ടെസ്റ്റ്. ജോബ് നോളജ് ജോലിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. വർക്ക് സാമ്പിൾ ടെസ്റ്റ് യഥാർത്ഥത്തിലുള്ള വർക്ക് ജോലിയായി അവർക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ കൊടുക്കുന്നത്.
പിന്നെ അടുത്താണ് സിറ്റുവേഷൻ, ഒരു പ്രത്യേക സിറ്റുവേഷൻ, ആ റിയൽ ലൈഫ് കണ്ടീഷൻ എങ്ങനെയാണെന്ന്, ഇതിൽ അവരുടെ നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന് രണ്ടെണ്ണം ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ട്, ഇൻ ബാസ്കറ്റ്. ഇൻ ബാസ്കറ്റിൽ കുറച്ച് വിവരങ്ങൾ അവർക്ക് കൊടുക്കും, അതിൽ നിന്ന് അവര് ഡിസിഷൻ എടുക്കും. പിന്നെ അടുത്തത് ഇൻട്രസ്റ്റ് ടെസ്റ്റ്, അവർക്ക് ഇൻട്രസ്റ്റ് ഏതാണ്, ലൈക്ക് ഡിസ്ലൈക്ക് അത് ഏതൊക്കെയാണ്, ആ ഏരിയകളൊക്കെ മെഷർ ചെയ്യാനായിട്ടുള്ളതാണ്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിത്വ പരിശോധനയാണ്. ഓക്കെ, പിന്നെ അടുത്തത് പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ രണ്ടെണ്ണം, ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്, പ്രൊജക്റ്റീവ് ടെസ്റ്റ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എങ്ങനെയാ, ക്വസ്റ്റ്യനെയർ ആയിട്ട് അതിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുക്കണം, കാൻഡിഡേറ്റ്സ് അത് ആൻസർ ചെയ്യുക ചെയ്യുന്നത്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആയിട്ട് അൺക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവം അവരെ കാണിക്കും, എന്നിട്ട് അവരുടെ ആ ഇമോഷണൽ എങ്ങനെയാണ്, സൈക്കോളജിക്കൽ ഫങ്ഷൻസ് അതിന്റെയൊക്കെ അനുസരിച്ച് അതിൽ നിന്ന് കാൻഡിഡേറ്റ്സ് എന്താ മനസ്സിലാക്കുന്നത് അത് എന്താ പറയാ, അത് മെഷർ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഇവാലുവേറ്റ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, എങ്ങനെ ഇൻഡയറക്റ്റ് വേ, ഡയറക്റ്റ് അല്ല, അവ്യക്തമായിട്ടുള്ള ഒരു കാര്യം കാണിച്ചാൽ അതിൽ നിന്ന് അവരെന്താ മനസ്സിലാക്കുന്നത്, അങ്ങനെ അവരുടെ പേഴ്സണാലിറ്റി എന്താ മെഷർ ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ഡിഫറൻസ് ആണ്, 5 പോയിന്റ്സ് ഉണ്ട്, അത് നോക്കി വെക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് ചൂസിങ് എ ടെസ്റ്റ് ആണ്. ഓക്കെ, സാരില്ല, നമുക്ക് എന്നാ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നമുക്ക് ഒരു 10 മിനിറ്റ് നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അത് ആദ്യം എനിക്ക് മെസ്സേജ് തന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പല ക്ലാസ്സിൽ കയറിയിട്ടേ ഞാൻ കാര്യം നോട്ട് ചെയ്തായിരുന്നു. നെക്സ്റ്റ് 8-ലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഇന്നെടുത്ത് അത്രയും ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഇനി ഇരുത്തി ബോറടിക്കുന്നില്ല, കാര്യം 5 മിനിറ്റ് കൂടി എടുക്കാന്ന് വിചാരിച്ചാണ്. എങ്കിലും നിങ്ങൾക്ക് പല പല തിരക്കുകൾ ഉണ്ടല്ലോ അല്ലെ, ക്ലാസ് കഴിഞ്ഞിട്ട് ഒത്തിരി ജോലിയൊക്കെ ഇല്ലേ, അവിടെ കുറച്ച് പെൻഡിങ് ആക്കി വെച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറിയിരിക്കുന്നത്. കുഴപ്പമില്ല, നെക്സ്റ്റ് നമുക്ക് തേഴ്സ്ഡേ ഉണ്ടല്ലോ, അപ്പൊ ബാക്കിത്തെ ഏതാണ് നമുക്ക് തേഴ്സ്ഡേ നോക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ.